പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പലപ്പോഴും നാം പറയാറില്ലേ, നമുക്ക് വേണ്ടി ദൈവം എന്താ കരുതിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി ദൈവം എന്താണ് കരുതുന്നത്, അതെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ, എന്നെക്കുറിച്ച് കർത്താവിന് വിചാരമില്ലയോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിക്കേ. ദൈവം എത്രയോ ഭംഗിയായാണ് നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് നല്ല ആകാശവിധാനങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയില്ലേ. നമുക്ക് തക്ക സമയത്ത് മഴ തരുവാൻ ദൈവം നമ്മോട് കൃപ തോന്നിയില്ലേ. നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ ദൈവം നമുക്ക് മഴ തന്നത്? നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ ദൈവം നമുക്ക് നല്ല കാലാവസ്ഥ തരുവാനിടയായി തീർന്നത്? അല്ല, ദുരന്തങ്ങളുടെ നടുവിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ചതുണ്ടല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ദേശത്തിൻ്റെ മഹിമ കൊണ്ടല്ല കേട്ടോ, മറിച്ച് കർത്താവിന് നമ്മോടുള്ള കൃപ കൊണ്ടാണെന്നുള്ള കാര്യം നാം ഓർത്തിക്കണം, മറന്നു പോകരുതത്. അതെ, നിങ്ങൾ ചുറ്റുവട്ടത്ത് നോക്കിക്കേ. നമ്മളെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടത് വെറുതെയല്ല. എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു സൗകര്യപ്രദമായിരിക്കുന്ന വാസസ്ഥലം ഒരുക്കിയിട്ടല്ല അവൻ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതെ, ഇതിലും നല്ലൊരു വാസസ്ഥലം നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട് കർത്താവ്. നമ്മളെ ഈ ഭൂമിയിലെ ഈ ഭൗതിക കാലം അവസാനിച്ച് കഴിയുമ്പോൾ അവൻ വരും, നമ്മളെ ചേർക്കും. അവൻ ഇരിക്കുന്നിടത്ത് നമ്മളെ ഇരുത്തേണ്ടതിന് വേഗത്തിൽ വന്നവൻ നമ്മളെ കൊണ്ടുപോകും. അതെ, അധികം താമസമില്ലാതെ നിൻ്റെ സകല വിഷയങ്ങൾക്കും മറുപടിയുമായി കർത്താവ് വരും കേട്ടോ. നമുക്ക് കാത്തിരിക്കാം. ഒരിക്കലും അവൻ നമ്മെ കൈവിടില്ല കുഞ്ഞെ. അവൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭാരപ്പെടേണ്ട. മുറിവേറ്റവനെ തന്നെ നോക്ക്. ആ മുറിഞ്ഞ കരം കൊണ്ട് നിൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന നല്ല ദിവസം അധികം താമസിക്കാതെ കടന്നു വരും. നമുക്ക് പ്രത്യാശയോടെ ആയിരിക്കാം കേട്ടോ. കർത്താവ് നിങ്ങളുടെ നാളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.